ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ മത്തിക്കറിയുമായിട്ടാണ് കേട്ടോ. ചെറിയ മത്തിയാണ് ഇതിനാവശ്യം. ഇത് വെക്കാൻ വേണ്ടി ഞാൻ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് സവോള ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിന് മറ്റൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ നമ്മുടെ കുടംപുളിയും കൂടെ. ഇതെല്ലാം കൂടെ മിക്സിയിലേക്കിട്ട് ഇച്ചിരി വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സവോള നന്നായൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. മറ്റു ചേരുവകളും പൊടികളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അരപ്പ് നല്ല കുറുകിയിരിക്കുന്നത് കാരണം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിന് ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഉപ്പുമിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. ഇന്ന് മത്തി കുറച്ച് അധികം കിട്ടി, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ദോശപ്പാനിലാണ് കേട്ടോ ഇന്ന് ഞാൻ മത്തി ഫ്രൈ ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണയും ഒഴിച്ച് മത്തികൾ നന്നായി ഒന്ന് അടുപ്പിച്ച് എടുക്കാം. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടി മാറ്റി വെച്ച മത്തി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ മത്തി ഒരു വശം നന്നായി മൊരിഞ്ഞു വന്നു. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ട് വരുമ്പോഴേക്ക് നമ്മുടെ മത്തി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് കറി സെറ്റാക്കിയെടുക്കാം. ബാക്കിയുള്ള മീനും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് മൊത്തമായൊരു മത്തിമയമാണ്. മത്തിക്കറിയും മത്തി ഫ്രൈയുമായിട്ട്. മത്തി ഫ്രൈ ടേബിളിലെത്തിയപ്പോഴേക്കും എല്ലാവരുടെയും കൈ എത്തി കേട്ടോ. മത്തി എടുത്ത് തിന്നാൻ വേണ്ടി ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പി നമ്മുടെ മത്തിക്കറിയും കൂടി ഒഴിച്ച സംഭവം കിടുവാണ്. അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കറിയും കൂടിയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് മത്തിയുടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാറും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇന്ന് വേറെ ചാറ് കറിയൊന്നും ഇല്ല കേട്ടോ. ഇന്നെല്ലാം മത്തിയാണ്. മത്തി ഫ്രൈയും കൂടെ ഏറ്റെടുത്ത് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് കുശാലായി. അപ്പം എങ്ങനെയാണ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മത്തിക്കറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.